ആഫ്രിക്കയിൽ 5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു ഐലൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 40 വയസ്സുള്ള ഗോൾ കീപ്പർ. വേൾഡ് കപ്പ് മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വെറും 50,000 പേര്. അദ്ദേഹം കളിച്ച ആ കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 2 മില്യൺ 20 ലക്ഷം ആളുകളാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. ഇപ്പൊ ഏകദേശം 60 ലക്ഷം ഫോളോവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ്. സ്പെയിൻ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ടീമിനെ ഒറ്റ കൈ കൊണ്ട് തടഞ്ഞു നിർത്തിയവനാണ് ഈ മനുഷ്യൻ. ഈ കളിയിൽ 75% ഫുട്ബോൾ ഉണ്ടായിരുന്നത് സ്പെയിൻ എന്ന് പറയുന്ന ആ ടീമിലെ കളിക്കാരുടെ കാലുകളിലായിരുന്നു. അവര് 21 പ്രാവശ്യം കേപ്പ് വെർഡെ എന്ന് പറയുന്ന അവരുടെ എതിർ ടീമിന്റെ ഗോൾ മുഖത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 7 പ്രാവശ്യം കറക്റ്റ് ടാർഗറ്റഡ് ഷൂട്ടുകളായിരുന്നു. പക്ഷെ അവിടെ നെഞ്ചും വിരിച്ച ഒരു ഗോൾ കീപ്പർ നിന്നപ്പോൾ ആ ശക്തരായിട്ടുള്ള ഫുട്ബോൾ ടീമിന് ഒരു ഗോൾ പോലും നേടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ആ ഗോൾ കീപ്പർ ആ കളിയുടെ മാൻ ഓഫ് ദ മാച്ച് ആയി സെലക്ട് ആകപ്പെട്ടതിന് ശേഷം ആ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, തന്റെ അമ്മ തന്റെ ഒപ്പം ഇല്ല എന്നുള്ളൊരു കാര്യം. തന്റെ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് വരാനായിട്ട് സാധിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മണി പ്രോബ്ലം എന്നുള്ളൊരു കാര്യമാണ്. വെറും 1.5 മണിക്കൂർ കൊണ്ട് ലോകത്തെ മുഴുവൻ ചിന്തിപ്പിച്ച ഒരു ബസ് ഡ്രൈവറാണ് ജോസിമർ ജോസ് ഇവോറ ഡിയാസ് എന്ന് പറയുന്ന വോയിനിയ.